നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CHR കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാർ ഏലമല പ്രദേശം സന്ദർശിച്ച് യഥാർത്ഥ വസ്തുതകൾ നേരിട്ട് മനസ്സിലാക്കണമെന്ന അഖിലേന്ത്യാ കിസാൻ സഭ നേതൃത്വം. ഈ ആവശ്യം ഉന്നയിച്ച് കർഷകർ സുപ്രീം കോടതിക്ക് കത്തുകൾ അയക്കും. ഇപ്പോൾ ഒരു സംഘം സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ്. പെൺമക്കളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ശാരീരികമായി ഉപദ്രവിച്ച കേസിൽ പിതാവ് അറസ്റ്റിൽ. രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ബൈസൺ വാലി സ്വദേശിയെ. വണ്ടിപ്പെരിയാറിൽ പോക്സോ കേസിൽ ഇരയായ പെൺകുട്ടിക്ക് നീതി ലഭിച്ചില്ലെന്ന് പരാതി. മൂലമറ്റം കോട്ടമല റോഡിന്റെ അവസാന ഭാഗം അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ. ടാറിംഗ് പൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാതായി കിടക്കുന്നത് കേവലം 1.5 കിലോമീറ്ററിൽ താഴെ മാത്രം. ഈ റോഡിലൂടെയുള്ള ഗതാഗതം സാധ്യമായാൽ എറണാകുളത്ത് നിന്നും തേക്കടിക്കുള്ള ദൂരത്തിൽ 40 കിലോമീറ്ററും തൊടുപുഴയിൽ നിന്നും കട്ടപ്പനയ്ക്കുള്ള ദൂരത്തിൽ 20 കിലോമീറ്ററും ലാഭം. വിനോദസഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്ന 2-ാം മൈൽ വ്യൂ പോയിന്റിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് തുറക്കണമെന്ന ആവശ്യമുയർന്നിരിക്കുന്നത് വിനോദസഞ്ചാര സീസൺ ആരംഭിക്കുന്നതോടെ 2-ാം മൈലിൽ വാഹന തിരക്കും സഞ്ചാരികളുടെ തിരക്കും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. വിശദമായ വാർത്തകൾ. CHR കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാർ ഏലമല പ്രദേശം സന്ദർശിച്ച് യഥാർത്ഥ വസ്തുതകൾ നേരിട്ട് മനസ്സിലാക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് കർഷകർ സുപ്രീം കോടതിക്ക് കത്തുകൾ അയക്കും. ഇപ്പോൾ ഒരു സംഘം സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു. 1822 രാജവിളംബര പ്രകാരം 15,720 ഏക്കർ മാത്രമാണ് ഏലമല പ്രദേശം. 1897 തുടർന്ന് 1958 1987 ഈ കാര്യം ജനകീയ സർക്കാരുകൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏലമല പ്രദേശം രാജകീയ വിളംബരത്തിലെ അതിർത്തികൾ അനുസരിച്ച് 2,15,720 ഏക്കറാണെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടന സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കേസിന്റെ വിസ്താരമാണിപ്പോൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2024 ഒക്ടോബർ 24 സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രദേശവാസികൾ ഏറെ ആശങ്കയോടെയാണ് കാണുന്നതെന്ന് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ കാര്യത്തിലെ നിലപാട് വളരെ ശരിയാണ്, കൃത്യമാണ് എന്ന് ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുള്ള കർഷക സംഘടനകൾ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ കോടതി വിധി നമുക്കേറെ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പുതിയ പട്ടയങ്ങൾ കൊടുക്കാൻ പാടില്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേസ് അടുത്ത മാസം 4-ാം തീയതി വീണ്ടും പരിഗണിക്കാൻ വേണ്ടി തീയതിയുമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജില്ലാ കമ്മിറ്റി കൂടി ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ആയിരക്കണക്കിന് കർഷകരുടെ കത്തുകൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 29-ാം തീയതി ജില്ലയിലെ 8 കേന്ദ്രങ്ങളിൽ ഈ കത്തയക്കൽ പ്രക്ഷോഭ പരിപാടി നടത്തും. ഈ സാഹചര്യത്തിൽ കേസ് കേൾക്കുന്ന സുപ്രീം കോടതി ബെഞ്ച് ഈ പ്രദേശം നേരിട്ട് സന്ദർശിച്ച സ്ഥിതിഗതികൾ മനസ്സിലാക്കണം. ഈ ആവശ്യം ഉന്നയിച്ച കൃഷിക്കാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ആയിരക്കണക്കിന് കത്തുകൾ അയക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ്, ജില്ലാ സെക്രട്ടറി TC കുര്യൻ, മണ്ഡലം പ്രസിഡന്റ് KV പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. പെൺമക്കളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ശാരീരികമായി ഉപദ്രവിച്ച കേസിൽ പിതാവ് അറസ്റ്റിൽ. ബൈസൺ വാലി സ്വദേശിയെയാണ് രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിലാണ് പെൺകുട്ടികൾ പീഡന വിവരം പുറത്തു പറഞ്ഞത്. 16, 17, 19 വയസ്സ് പ്രായമുള്ള 3 മക്കളെയാണ് പിതാവ് വർഷങ്ങളായി പീഡിപ്പിച്ചു വന്നിരുന്നത്. മാനസിക വൈകല്യമുള്ള കുട്ടികളുടെ മാതാവിനെ ഉറക്ക ഗുളിക നൽകി മയക്കി കിടത്തിയ ശേഷമായിരുന്നു പീഡനം. വിവരം പുറംലോകം അറിയാതെ ഇരിക്കുവാൻ മക്കളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയാണ് കുട്ടികളെ ഇയാൾ ഉപദ്രവിച്ചിരുന്നത്. സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിലിംഗിനെ തുടർന്ന് പീഡന വിവരം അധ്യാപകർ അറിയിക്കുകയും ചൈൽഡ് ലൈൻ പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് രാജാക്കാട് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വണ്ടിപ്പെരിയാറിൽ പോക്സോ കേസിൽ ഇരയായ പെൺകുട്ടിക്ക് നീതി ലഭിച്ചില്ലെന്ന് പരാതി. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കുടുംബം വ്യക്തമാക്കി. തെറ്റായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് കേസിലെ പ്രതി രക്ഷപ്പെട്ടതെന്നും ഇവർ ആരോപിച്ചു. 2021 നടന്ന പോക്സോ കേസിൽ വണ്ടിപ്പെരിയാർ സ്വദേശിയെ ഈ മാസം 19-ാം തീയതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കോടതി വെറുതെ വിട്ടിരുന്നു. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ തന്നെ കേസിൽ കുടുക്കിയതാണെന്ന് അന്ന് ഇയാൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു.
എന്നാൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയെടുത്ത വിധിയാണെന്നാണ് ഇരയുടെ ആരോപണം. തനിക്ക് നീതി ലഭിച്ചില്ലെന്നും മേൽക്കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും ഇരയായ പെൺകുട്ടി പറഞ്ഞു. நேற்று மொழி கொடுத்துருக்காங்க. ஆனால் அவங்க யாருமே என்கிட்ட சொல்ல கிடையாது. நானாக தான் போய் இப்போ கேஸ் கொடுத்தேன். அவங்க இவங்க யாருமே சொல்லி செய்ய வேண்டிய அவசியம் எனக்கு கிடையவே செய்யாது, தேவையும் இல்லை. ஆனால் கோடதியில் போய் கோடதிலையும் எல்லா இதுவும் காணிச்சிருக்காங்க. அங்கிட்ட இங்கிட்ட இன்னும் கடிச்சிருக்கும் செஞ்சுருக்காங்க, பைசாவும் வாங்கியிருக்காங்க. இல்லைன்னா சொல்ல முடியாது. இன்னைக்கு அந்த பேப்பரை போய் கேட்டதுக்கு பேப்பர் கொடுக்க முடியாதுன்னு சொல்லிட்டாங்க. കേസിൽ വെറുതെ വിട്ടയാൾ തങ്ങളുടെ കുടുംബത്തിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പെൺകുട്ടിയുടെ കുടുംബം വ്യക്തമാക്കി. ഇയാൾ തങ്ങളെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായും പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞു. കട്ടപ്പന കോടതി ചെന്നപ്പോൾ ഞങ്ങൾ സാക്ഷി വിസ്താരത്തിനായിട്ടല്ല വിളിച്ചത്. സാക്ഷികളെ വരാൻ പറഞ്ഞു. എന്നിട്ട് കേസ് തീർക്കേണ്ട കാര്യമാണ് സംസാരിച്ചത്. അത് ഷിബുവിൻ്റെ വക്കീലാണ് സംസാരിക്കുന്നത്. അവർ ചോദിച്ചാൽ കണ്ടോന്ന് ചോദിച്ചാൽ കണ്ടില്ലെന്ന് പറയണം. ഞാൻ മാത്രം അതിലെടുത്ത് പറഞ്ഞു. അവർ രണ്ടുപേരും സമ്മതിച്ചു, ഓക്കെ എന്ന് സമ്മതിച്ചു. അങ്ങനെ പറയാൻ പറയും. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടതേ കണ്ടെന്ന് പറയൂ. കാര്യം എൻ്റെ മകന് 3 പെൺപിള്ളേരുണ്ട്. ആ 3 പെൺപിള്ളേരുടെ മനസാക്ഷി, എനിക്കൊരു മനസാക്ഷി, എനിക്കൊരു പെൺകൊച്ചുണ്ട്. ആ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യം ഇതിന് നിൽക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇതിന് ഒരു നീതി കിട്ടിക്കോട്ടെ, ഇനി മേലിൽ ഒരു പെൺപിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാവില്ലെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ഞാൻ കണ്ടതേ ഞാൻ പറയൂ. നീതി ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നും കുടുംബം വ്യക്തമാക്കി. വിനോദസഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്ന 2-ാം മൈൽ വ്യൂ പോയിന്റിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് തുറക്കണമെന്ന ആവശ്യം. വിനോദസഞ്ചാര സീസൺ ആരംഭിക്കുന്നതോടെ 2-ാം മൈലിൽ വാഹനത്തിരക്കും സഞ്ചാരികളുടെ തിരക്കും വർദ്ധിക്കും. ദിവസവും 100 കണക്കിന് ആളുകൾ വന്നുപോകുന്ന ഇടമെന്ന നിലയിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ സുഗമമാക്കുന്നതിനായി പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് 2-ാം മൈൽ വ്യൂ പോയിന്റ്. ദിവസവും 100 കണക്കിന് ആളുകൾ ഈ വ്യൂ പോയിന്റിൽ ഇറങ്ങി കാഴ്ചകൾ ആസ്വദിച്ചാണ് യാത്ര തുടരാറ്. ആനച്ചാൽ 2-ാം മൈൽ റോഡ് ദേശീയപാതയിൽ സംഗമിക്കുന്ന ഭാഗം കൂടിയാണിവിടം. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാര സീസൺ ആരംഭിക്കുന്നതോടെ ഈ പ്രദേശത്ത് വാഹനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടും. വിനോദസഞ്ചാരികളുടെ തിരക്കും വാഹനങ്ങളുടെ തിരക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന പ്രദേശം എന്ന നിലയിൽ 2-ാം മൈൽ വ്യൂ പോയിന്റിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് തുറക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ 2-ാം മൈൽ ആനച്ചാൽ ഭാഗത്തുള്ള ട്രാഫിക് പ്രശ്നം അത് പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമല്ല 2-ാം മൈൽ ടൂറിസ്റ്റ് വ്യൂ പോയിന്റിൽ സ്ഥിരമായ ഒരു പോലീസിനെ നിയമിക്കണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് അവിടെ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇത് പോലീസ് വകുപ്പിനെ ജില്ലാ സൂപ്രണ്ടിനെയും DYSPയെയും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ SHOയിനും എല്ലാം തന്നെ ആവർത്തിച്ച് പറഞ്ഞാണ് ഈ എയ്ഡ് പോസ്റ്റിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങണമെന്ന്. പക്ഷേ ഇതുവരെയും ആ പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രത്യേകിച്ചും ഈ ഇടുക്കി DYSPയുടെ കീഴിൽ വരുന്ന വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതുമൂലം അവിടെ സ്ഥിരമായി ബ്ലോക്കുണ്ടായി ഗുരുതരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ജനങ്ങൾ പോലീസിൽ വിളിക്കും, അപ്പോൾ പോലീസ് വരുന്നു എന്ന നിലയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഈ ടൂറിസം സീസണിൽ തുടർച്ചയായി തന്നെ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം കാണണമെന്നുള്ളൊരാവശ്യവും കൂടെ താലൂക്ക് സമിതിയിൽ പഞ്ചായത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. തിരക്കേറുന്ന ദിവസങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ ഡ്യൂട്ടിക്കായി നിയോഗിക്കാറുണ്ട്. വാഹന തിരക്കേറുന്നതോടെ പലപ്പോഴും വാക്കുതർക്കങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യവും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് ധാരാളം വഴിയോര വിൽപ്പനശാലകളുമുണ്ട്. ജീപ്പ് സഫാരിയും പ്രദേശത്ത് നിന്നും നടന്നുവരുന്നു. ദിവസവും 100 കണക്കിന് ആളുകൾ വന്നുപോകുന്ന ഇടമെന്ന നിലയിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ സുഗമമാക്കുന്നതിനായി പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. വെള്ളം നൽകാത്തതിന് ദമ്പതികളെ വീട് കയറി ആക്രമിച്ചതായി പരാതി. ഇരട്ടയാർ കൊച്ചുപുരയ്ക്കൽ ടോമി വർക്കി, ഭാര്യ അംബിക എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ അയൽവാസി ഇരട്ടയാർ നിരവത്തുപറമ്പിൽ പാപ്പച്ചി, ഇയാളുടെ മക്കൾ, കണ്ടാലറിയാവുന്നവർ എന്നിവർക്കെതിരെ കട്ടപ്പന പോലീസിൽ പരാതിയും നൽകി. വെള്ളിയാഴ്ച രാത്രി 9ഓടെയാണ് സംഭവം നടന്നത്. വാടകയ്ക്ക് താമസിക്കുന്ന പാപ്പച്ചിക്ക് വെള്ളം പമ്പ് ചെയ്ത് നൽകിയില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ അതിക്രമിച്ചു കയറി ടോമിയെയും അംബികയെയും കയ്യേറ്റം ചെയ്യുകയായിരുന്നു. 1 മണിക്കൂറിന് ശേഷം കൂടുതൽ ആളുകളുമായി എത്തി മാരകായുധങ്ങൾ ഉപയോഗിച്ച ദമ്പതികളെ ആക്രമിച്ചതായും വീടിന്റെ മുൻവശത്തെ വാതിൽ, ജനാലകൾ, കസേരകൾ എന്നിവ തല്ലിത്തകർത്തതായും ഇവർ പറഞ്ഞു.
അപ്പം തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരാണ് എല്ലാവരുടെ വീട് എന്നുള്ള വാക്കത്തി, കൊടുവാള, കുറുവടിയ എല്ലാം ആയിട്ട് എൻ്റെ വീടിനകത്ത് 9 മണിയായപ്പം ആദ്യം വന്ന് കയറി അവരൊന്ന് പോയി. അത് കഴിഞ്ഞ് രണ്ടാം ട്രിപ്പ് ഇവരെല്ലാവരും കൂടെ ഒരു 6-7 പേര് വന്നിട്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കതക് അടിച്ചു പൊട്ടിക്കുന്നു, വീടിൻ്റെ ജനൽ അടിച്ചു പൊട്ടിക്കുന്നു, വീടിലെ ഉപകരണങ്ങളെല്ലാം തല്ലിപ്പൊട്ടിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ മേലാത്ത അവസ്ഥ വന്നപ്പോൾ എനിക്ക് നെറ്റിക്കിട്ട് കാപ്പി കൊണ്ട് അടിച്ചു അന്നേരം പുള്ളിക്കാരത്തി കിടന്ന് ബഹളം വെച്ചത് വീടിൻ്റെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ കതകിനെ കുറ്റിയിട്ടു കഴിഞ്ഞപ്പോഴത്തെ എനിക്കറിയാവുന്ന ഒരു വീട്ടിലെ മാത്രം 5 പേരെ അറിയുള്ളൂ. ബാക്കി വന്ന 12 പേരെ അറിയത്തില്ല. അപ്പോൾ വാക്കത്തിയ മരകായുധമായിട്ട് ഇവരെല്ലാം എല്ലാവരുടെയും കുറുവടിയും കല്ലുമായിട്ടാണ് വീടിൻ്റെ ജനൽ കംപ്ലീറ്റ് അടിച്ചു പൊട്ടിച്ചു, ഫ്രണ്ട് കടക അടിച്ചു പൊട്ടിച്ചു. എനിക്ക് വധഭീഷണിയായി. ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൊല്ലൂരും പറഞ്ഞ് നടക്കുന്നു. മർദ്ദനമേറ്റതോടെ ഇരുവരും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ദമ്പതികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നവംബർ 26-ന് ധർണ നടത്തുമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തിൽ LDFും BJPയും വികസന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലെ 50ഓളം ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും തകർന്ന് ഗതാഗതം ദുരിതപൂർണമായിരിക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഗ്രാമീണ റോഡുകളുടെ മെയിൻ്റനൻസ് ജോലികൾ നടത്താതിരുന്നതാണ് വിനയായത്. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ വർഷങ്ങൾക്ക് മുൻപ് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നാളിതുവരെ വീടുകൾ നൽകാനായിട്ടില്ല. ഭൂരഹിത കുടുംബങ്ങൾക്കായി വിഭാവനം ചെയ്ത പാർപ്പിട സമുച്ചയ നിർമ്മാണവും എങ്ങും എത്തിയില്ല. കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരില്ലാത്തതും മരുന്നുകൾ ലഭ്യമല്ലാത്തതും പ്രതിസന്ധിയാണ്. കിടത്തി ചികിത്സ മുടങ്ങിയത് നിർധന രോഗികൾക്ക് കൂടുതൽ ദുരിതങ്ങൾ സമ്മാനിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ മാസം 25-ാം തീയതി തിങ്കളാഴ്ച 11 മണിക്ക് കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസിൻ്റെ പടിക്കലേക്ക് കൂട്ടധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിൽ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട 10 അത്യാവശ്യ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്തിലെ എതിരെയുള്ള ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഫണ്ട് അനുവദിച്ച് പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച ടോയ്ലറ്റും കെടുകാര്യസ്ഥത മൂലം നാളിതുവരെ തുറന്നു നൽകിയിട്ടില്ല. ഗ്രാമത്തിലെ കാഞ്ചിയാർ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും 3-4 റോഡുകൾ വീതം ഗതാഗതം ഒരു സ്കൂട്ടിയിലോ ബൈക്കിലോ ഓട്ടോയിലോ ഒന്നും പോകാൻ മേലാത്ത രീതിയിലുള്ള രൂക്ഷമായ ഗതാഗത ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. ഞങ്ങൾ ഏറെക്കുറെ കണക്കുകൾ എടുത്തിട്ട് 50ഓളം റോഡുകൾ നമ്മുടെ പഞ്ചായത്തിൽ മാത്രം അത്ര ദുഷ്കരമായ റോഡുകളാണ് ഗ്രാമപഞ്ചായത്തിൽ. അതുപോലെ തന്നെ കഴിഞ്ഞ 4 വർഷമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഏറ്റിട്ട് ജനറൽ വിഭാഗത്തിൽ ഒരാൾക്ക് പോലും വീട് കൊടുക്കുവാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ തന്നെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ല, ആവശ്യമായ മരുന്നുകളില്ല, കിടത്തി ചികിത്സ നിർത്തിവെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ശൗചാലയം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ പൊതുജനങ്ങൾക്കായിട്ട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാത്ത രീതിയിൽ പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും മാത്രം കയറാവുന്ന രീതിയിലേക്ക് ഉണ്ടാക്കി വെച്ചത് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കുക. ശബരിമല ഇടത്താവളമായ വെളിലാങ്കണ്ടത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ശബരിമല ഭക്തർക്കുള്ള ഇടത്താവള സൗകര്യങ്ങൾ ഒരുക്കുക. അതുപോലെ തന്നെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ച് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന് ഒരു വയോജനങ്ങൾക്കായിട്ട് ജിമ്മ് കൊടുത്തിട്ടുണ്ട്. ആ ജിമ്മിൻ്റെ പ്രവർത്തനം നാളിതുവരെയായിട്ടും കാര്യക്ഷമമായി നടക്കുന്നില്ല. KPCC സെക്രട്ടറി തോമസ് രാജൻ ധർണ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷത വഹിക്കും. DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ, നേതാക്കളായ ജോമോൻ തെക്കേൽ, ആൽബിൻ മണ്ണംചേരിൽ, CK സരസൻ, സണ്ണി വെങ്ങാലൂർ, ബിജു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. 6ാമത് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവലിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെയും ബേഡ്സ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ നാഷണൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിൽ ഡിസംബർ 4-5 തീയതികളിലാണ് ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. MG സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ അരവിന്ദ് കുമാർ ഡിസംബർ 4 രാവിലെ കട്ടപ്പന മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ വെച്ച ഫിലിം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജി പണിക്കർ, സംഗീത സംവിധായകൻ ജാസി ഗിഫ്റ്റ്, നടന്മാരായ ടിനി ടോം, കൈലാസ് എന്നിവരുടെ സാന്നിധ്യമുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ സന്തോഷ് തിയേറ്ററിനോട് അടുത്ത് തന്നെ നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റാളിൽ ഒരു നേച്ചർ ഫോട്ടോഗ്രാഫി എക്സിബിഷനും
പിന്നെ ക്യാമറയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന ഒരു എക്സിബിഷൻ, അതായത് ആദ്യകാല ക്യാമറ മുതൽ ഏറ്റവും പുതിയ ക്യാമറ വരെയുള്ള ക്യാമറയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന ഒരു എക്സിബിഷൻ സന്തോഷ് തിയേറ്ററിൽ നടക്കും. ഒസനം സ്കൂളിൽ വെച്ച് നമ്മൾ സ്കൂൾ കോളേജ് തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഷോർട്ട് ഫിലിം ഡോക്യുമെൻ്ററി മത്സരങ്ങൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എൻട്രികൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു. കുട്ടികൾ സംവിധാനം ചെയ്ത, അവരഭിനയിച്ച, അവർ നിർമ്മിച്ച ചിത്രങ്ങളായിരിക്കും നമ്മൾ ഒസനം സ്കൂളിൽ സ്ക്രീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ജയസാറിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ബേഡ്സ് ക്ലബ് ഇന്റർനാഷണൽ. സാറിൻ്റെ ഒരു പ്രകൃതിയോടുള്ള നമുക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യാം എന്നുള്ള ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ഒരു ഓർഗനൈസേഷനാണത്. ബേഡ്സ് ക്ലബ് ഇന്റർനാഷണൽ പിന്നീട് തുടങ്ങിയതാണ് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ. ഫെസ്റ്റിവൽ ഡയറക്ടർ സംവിധായകൻ ജയരാജ് ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകൃതി ചലച്ചിത്രമേളയുടെ സന്ദേശം നൽകും. തുടർന്ന് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ നിന്നുള്ള ഡോക്യുമെന്ററി ചിത്രം പ്രദർശിപ്പിക്കും. ഫീച്ചർ, ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം എന്നീ വിഭാഗങ്ങളിലായി 20 രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ മത്സരിക്കുന്ന ഇന്റർനാഷണൽ വിഭാഗത്തിൽ ജൂറി ചെയർമാൻ പ്രശസ്ത സംവിധായകൻ കവിയൂർ ശിവപ്രസാദാണ്. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകരായ ഖാലിദ് അലി, വിജയ ജ്വന, ഫാബ്ലോ ബൗലോ എന്നിവർ ജൂറി അംഗങ്ങളായിരിക്കും. റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും റോട്ടറി ക്ലബിൻ്റെ ഏതെങ്കിലും ഒരു ശാഖ ഇതുപോലൊരു പ്രകൃതി വിഷയമായ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 20-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയ പ്രകൃതി വിഷയമായിട്ടുള്ള സിനിമകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അബു എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന മാഡ്രിഡ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറാണ് ഇതിൻ്റെ ഫിലിം ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് ഈ 20 രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിലും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IFFKയിലും കിട്ടാത്ത സിനിമകളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ പുതിയ തലമുറയ്ക്ക് എങ്ങനെ പ്രചോദനമായി മാറും, അതാണ് ബേഡ്സ് ക്ലബിൻ്റെ ലക്ഷ്യവും. കട്ടപ്പന സന്തോഷ് തിയേറ്റർ, ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മുനിസിപ്പൽ മിനി സ്റ്റേഡിയം എന്നീ 3 വേദികളിലായിട്ടായിരിക്കും ഫെസ്റ്റിവൽ നടക്കുക. 5-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർ പങ്കെടുക്കും. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യം ഉയർത്തി KSDA കട്ടപ്പന ഉപജില്ലാ സമ്മേളനം നടന്നു. കട്ടപ്പന BRC ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം KSDA സംസ്ഥാന കമ്മിറ്റി അംഗം M രമേശ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ഡോക്ടർ VJ പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. സബ് ജില്ലാ സെക്രട്ടറി അരുൺകുമാർ ദാസ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ വൈസ് പ്രസിഡന്റ് KJ ത്രശ്യാമ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ആതിര VG രക്തസാക്ഷി പ്രമേയവും അഭിജിത്ത് വിജയൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സമ്മേളനം KSDA സംസ്ഥാന കമ്മിറ്റി അംഗം M രമേശ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രതിബദ്ധതയുള്ള സംഘടനയാണ് ഈ സംഘടന. സമൂഹത്തിൽ, കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഉണ്ടാകുന്ന പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിലപാടെടുക്കുന്ന സംഘടനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ പൊതുവിദ്യാലയവുമായി ബന്ധപ്പെട്ട അധ്യാപകന്റെ ജോലിയും കൂലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ നിലപാടെടുക്കുന്ന ഏക അധ്യാപക സംഘടനയാണ് KSDA. അതുകൊണ്ടാണ് ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്ത് നിന്നാൽ എൻ്റെ ജോലിയും കൂലിയും ഈ സംഘടന സംരക്ഷിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അധ്യാപകർ ഈ സംഘടനയിൽ അംഗമായി മാറുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം KR ഷാജിമോൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി NV ഗിരിജാകുമാരി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം G അമ്പിളി, അമൽ PC, ജിയോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. 26ാമത് എക്യൂമിനിക്കൽ ക്രിസ്മസ് കരോൾ ഡിസംബർ 15-ന് കട്ടപ്പനയിൽ നടക്കും. ഇതിനു മുന്നോടിയായി നടന്ന ആലോചന യോഗം ചെയർമാൻ ഫാദർ വർഗീസ് ജേക്കബ് കോർ എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. 2.5 പതിറ്റാണ്ടായി കട്ടപ്പന YMCയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന എക്യുമെനിക്കൽ ക്രിസ്മസ് കരോൾ ഈ വർഷം ഡിസംബർ മാസം 15-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെ കട്ടപ്പന CSI ഗാർഡനിൽ വെച്ച് നടത്തുന്നതിന് YMCA ഹാളിൽ കൂടിയ വിവിധ പള്ളികളുടെയും സംഘടനകളുടെയും യോഗത്തിൽ തീരുമാനിച്ചു. എക്യുമെനിക്കൽ ക്രിസ്മസ് കരോൾ ചെയർമാൻ റവറൻ വർഗീസ് ജേക്കബ് കോർ എപ്പിസ്കോപ്പ ആലോചനായോഗം ഉദ്ഘാടനം ചെയ്തു. റവറൻ ഡോക്ടർ ബിനോയ് P ജേക്കബ് അധ്യക്ഷനായി. സംയുക്ത ക്രിസ്മസ് ആഘോഷം ജനറൽ കൺവീനർ ജോർജ് ജേക്കബ് ആമുഖ പ്രഭാഷണം നടത്തി. YMCA പ്രസിഡന്റ് രജിത് ജോർജ്, HCN MD ജോർജി മാത്യു, പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് JB ജോസഫ്,
കട്ടപ്പനയിലെ വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് ജോർജ് തോമസ്, ജിബിൻ ജോസ്, ജിതിൻ കൊല്ലംകുടി, മനോജ് അഗസ്റ്റിൻ, പ്രദീപ് എസ് മണി, വിൻസെന്റ് തോമസ്, YMCA സെക്രട്ടറി KJ ജോസഫ്, ട്രഷറർ UC തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. CPM കാഞ്ചാർ സ്വരാജ് ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി. തൊപ്പിപ്പാള ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. പ്രതിനിധി സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി റെഡ് വോളണ്ടിയർ മാർച്ചും പതാക ഉയർത്തലും നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം ഇന്ത്യയെ മതനിരപേക്ഷമായ നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമായി മാറ്റുക എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മുടെ രാജ്യത്തിന് വലിയ അപകടം സൃഷ്ടിക്കും. കാരണം ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ നാടാണ്. 4635 സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. 25 ഭാഷ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. 36 ലിപി കൈകാര്യം ചെയ്യുന്നവരുണ്ട്. 565 നാട്ടുരാജ്യങ്ങൾ ചേർന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രൂപം കൊണ്ടത്. അങ്ങനെ വൈവിധ്യങ്ങളുടെ ഈ നാട് നിലനിൽക്കണമെങ്കിൽ മതനിരപേക്ഷമായിരിക്കണം. അതുകൊണ്ടാണ് ഭരണഘടനയ്ക്കകത്ത് ഭരണഘടനാ ശില്പികൾ അത് എഴുതിച്ചേർത്ത്. അങ്ങനെ മതനിരപേക്ഷമായ ഒരു രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റിയാൽ ഉണ്ടാകാവുന്ന അപകടം വളരെ വളരെ വലുതാണ് എന്ന് നമ്മുടെ പാർട്ടി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും സമാധാനം നമ്മുടെ രാജ്യത്ത് പോലില്ല. അതുകൊണ്ട് BJPയെ ഭരണാധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നേതാക്കളായ KS മോഹനൻ, VR സജി, മാത്യു ജോർജ്, MC ബിജു, പൊന്നമ്മ സുഗതൻ, KN ബിനു, KC ബിജു, ടോമി ജോർജ്, കാഞ്ചാർ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സംസ്ഥാന യുവജന ബോർഡിന്റെയും വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ യൂത്ത് ക്ലബ്ബുകളുടെയും സഹകരണത്തോടെ നടത്തുന്ന കേരളോത്സവത്തിന്റെ ഭാഗമായി ആലോചനാ യോഗം ചേർന്നു. നവംബർ 30, ഡിസംബർ 1, 7, 8 തീയതികളിലാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 7-ാം തീയതി ശനിയാഴ്ച ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, അങ്കണവാടി പ്രവർത്തകർ, ആശാ വർക്കർമാർ, വിവിധ ക്ലബ് ഭാരവാഹികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരെ അണിനിരത്തി വിളംബര ഘോഷയാത്ര നടക്കും. കേരളോത്സവം 2024 വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഈ വർഷം വളരെ ഗംഭീരമായ രീതിയിൽ തന്നെയാണ് നടത്തപ്പെടുന്നത്. 30-1 തീയതികളിൽ ക്രിക്കറ്റും ഫുട്ബോൾ മത്സരവും ME ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചും, ഫുട്ബോൾ മത്സരം 30-ാം തീയതി പുറ്റടി NSPH സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 1-ാം തീയതി രാവിലെ 9 മണിക്ക് തന്നെ കേരളോത്സവത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയും അന്ന് തന്നെ കായിക മത്സരങ്ങൾ നടത്തപ്പെടുകയാണ്. അന്ന് നടക്കുന്ന മത്സരങ്ങളിൽ നിന്നും അത്ലറ്റിക്സ് മത്സരങ്ങൾ, അന്ന് തീരാത്ത മത്സരങ്ങൾ 8-ാം തീയതി ഞായറാഴ്ച രാവിലെ പുറ്റടി NSPH ഗ്രൗണ്ടിൽ വെച്ച് കബഡി കളി, അത്ലറ്റിക്സ് മത്സരം നടത്തപ്പെടുന്നതാണ്. അതിനുശേഷം അന്ന് വൈകുന്നേരം പൊതുസമ്മേളനത്തിന് ശേഷം നമ്മൾ കൃത്യമായിട്ടും പുറ്റടി ടൗണിൽ വെച്ച് 6 മണിക്ക് വടംവലി മത്സരവും വനിതകളുടെയും പുരുഷന്മാരുടെ വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തപ്പെടുന്നതാണ്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് കേരളോത്സവം ഉദ്ഘാടനം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കരിൽ അധ്യക്ഷത വഹിക്കും. ഫുട്ബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ, വോളിബോൾ, ചെസ്, കലാമത്സരങ്ങൾ, അത്ലറ്റിക് മത്സരങ്ങൾ, കബഡി, പഞ്ചഗുസ്തി, വടംവലി എന്നീ മത്സരങ്ങളാണ് നടക്കുന്നത്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കരിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിൽവി ശേഖർ, GP രാജൻ, സന്ധ്യ രാജ, സിസ്ലി സജി, സെക്രട്ടറി റോബർട്ട് T, ജോബൻ പാനോസ്, കേരളോത്സവം കോർഡിനേറ്റർമാരായ രാംകുമാർ M, അജിത് P വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. സമാപന സമ്മേളനം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്യും. നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെ എന്റെ നാട് എത്ര സുന്ദരം പ്രോജക്ടിന്റെ ഉദ്ഘാടനം നടന്നു. കട്ടപ്പന KSRTC ഡിപ്പോയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. KSRTC സ്റ്റാൻഡ് അല്ലെങ്കിൽ KSRTC ബസ് പോകുമ്പോൾ അതിലുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ചു എന്ന് വേണം നമുക്ക് പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും കടന്നു വരുമ്പോൾ ഇവിടുത്തെ ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ അത് വെട്ടി നിരപ്പാക്കണം, അല്ലെങ്കിൽ അവിടെ വൃത്തിയായി ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ള ഈ കുഞ്ഞുങ്ങളുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് കുഞ്ഞുങ്ങളുടെ ഈ ഒരു മനോഭാവത്തെ ഞാൻ ആദ്യമായിട്ട് തന്നെ അവർക്ക് സല്യൂട്ട് നേരുകയാണ്. സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ KSRTC ഡിപ്പോയിൽ മനോഹരമായ പൂന്തോട്ടം നിർമ്മിക്കുകയും ചെയ്തു. നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ, മുൻ ചെയർമാൻ മനോജ് തോമസ്, സ്കൂൾ മാനേജർ B ഉണ്ണികൃഷ്ണൻ നായർ, PTA പ്രസിഡന്റ് മഞ്ചേഷ്, സ്റ്റേഷൻ മാസ്റ്റർ മാണി ജോൺ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് N ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിയുടെ കോർഡിനേറ്റർമാരായ സ്കൗട്ട് മാസ്റ്റർ സിജോ KV,
ഗൈഡ് ക്യാപ്റ്റൻ മോൻസി പി മോഹൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെ നേതൃത്വത്തിൽ ഡിപ്പോ പരിസരവും വാഹനങ്ങളും കഴുകി വൃത്തിയാക്കി. തോപ്രാംകുടി സെന്റ് മരിയ ഗൊരത്തി പാലിയേറ്റീവ് കെയർ യൂണിറ്റും മുരിക്കാശ്ശേരി അൽഫോൺസ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ജോസി പുതുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തോപ്രാംകുടി സെന്റ് മരിയ ഗൊരത്തി പാലിയേറ്റീവ് കെയർ യൂണിറ്റും അൽഫോൺസ ആശുപത്രിയും സംയുക്തമായാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സെന്റ് മരിയ ഗൊരത്തി LP സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് തോപ്രാംകുടി ഇടവക വികാരി ഫാദർ ജോസി പുതുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കണ്ണിലെ ഞരമ്പുകളുടെ തകരാറുകൾ, കണ്ണിന്റെ പ്രഷർ പരിശോധന, കാഴ്ച തകരാറുകളുടെ പരിശോധന, തിമിര നിർണ്ണയം എന്നിവയാണ് പ്രധാനമായും ക്യാമ്പിൽ നടത്തിയത്. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് നേത്ര ശസ്ത്രക്രിയ ആവശ്യമെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുമെന്ന് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങൾ ഏതാണ്ട് 35 പേരോളം അടങ്ങുന്ന ഒരു ടീം അംഗങ്ങൾ നമ്മൾ ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിലൂടെയുണ്ട്. അതിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ജോൺസണും കുഞ്ഞുഞ്ഞേട്ടനും ഉൾപ്പെടെ മദർ ഉൾപ്പെടെ വികാരിച്ചൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു ടീം വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. നമുക്കിവിടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ആംബുലൻസ് ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഒട്ടേറെ രോഗികളെ ചികിത്സാ സഹായങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്യാൻസർ പേഷ്യൻറ്റിന് ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾക്ക് നമ്മളിവിടെ സാമ്പത്തിക സഹായം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ സഹായിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ ക്യാമ്പ് നടക്കുമ്പോൾ കണ്ണിൻ്റെ ശസ്ത്രക്രിയ ചെയ്യേണ്ട ആളുകളുണ്ടെങ്കിൽ, അവർക്ക് സാമ്പത്തിക സഹായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അൽഫോൺസ ആശുപത്രിയിലെ ഡോക്ടർ മിതു മാത്യുവിന്റെ നേതൃത്വത്തിൽ അലീന, വിജീഷ, മഹേഷ്, കൗൺസിലറായ ജാക്ലിൻ തുടങ്ങിയവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ഫാദർ പ്രിൻസ് പുളിയാങ്കൽ, സിസ്റ്റർ കൊച്ചുറാണി, തോപ്രാംകുടി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ, അംഗങ്ങളായ മഞ്ജു ബിനോയ്, ജോൺസൺ വെള്ളരിങ്ങാട്ട്, കുഞ്ഞുഞ്ഞു മച്ചുകാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാടിന് കൈത്താങ്ങായി ബിരിയാണി ചലഞ്ചുമായി കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ്. വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായാണ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. 150 രൂപ നിരക്കിൽ കട്ടപ്പനയിലെ വിവിധ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും NCC കേഡറ്റുകൾ ബിരിയാണി എത്തിച്ചു നൽകി. പൊതുസമൂഹം കുട്ടികളുടെ ഈ നന്മ പ്രവൃത്തിയെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു. 565 ബിരിയാണിയാണ് വിൽപ്പന നടത്തിയത്. ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളി നിർവഹിച്ചു. വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ആ ചലഞ്ച് ഏറ്റെടുത്തു. ആ ചലഞ്ചിന് വളരെ നല്ല സപ്പോർട്ട് നൽകി നമ്മുടെ ഈ കട്ടപ്പനയിലും ഈ പ്രദേശത്തുമുള്ള നല്ല മനുഷ്യർ അത് ഏറ്റെടുത്തു, അത് വിജയിപ്പിച്ചു. അതിലെല്ലാവർക്കും നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർമാരായ ഫാദർ നോബി വെള്ളാപ്പള്ളിൽ, ഫാദർ ഷിബിൻ മണ്ണാർത്ത്, വാർഡ് കൌൺസിലർ സോണിയ JB, പ്രിൻസിപ്പൽ മാണി KC, NSS പ്രോഗ്രാം ഓഫീസർ ജോജോ മോളാപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച തുക തിങ്കളാഴ്ച DDക്ക് കൈമാറും. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ് ടൗൺ ശ്രീറാം ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് സ്കൂൾ കുട്ടികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി. പുളിയന്മല ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിലാണ് മത്സരം സംഘടിപ്പിച്ചത്. കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ് ടൗൺ ശ്രീറാം ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ് ടൗൺ പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാളുകളിൽ ഈ കുട്ടികൾ എന്തായി തീരും, എങ്ങനെയായിരിക്കും, നമ്മുടെ രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ എന്തെല്ലാം പങ്കുകളാകാൻ പറ്റുമെന്ന് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കാരണം ഈ കുട്ടികൾ അവരുടെ കഴിവുകൾ നമ്മൾ വിചാരിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും അപ്പുറത്താണ്. അതുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും ഓരോ കുട്ടികളെയും അവരോരോ അത്ഭുതങ്ങളായി അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള റോട്ടറി ക്ലബിന്റെ ആ ഒരു മനോഭാവത്തിന്റെ പ്രതിഫലനമായിട്ടാണ് ഈ ഒരു അവസരത്തിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രീറാം ലൈഫ് ഇൻഷുറൻസ് തയ്യാറായി വന്നപ്പോൾ അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുവാനായിട്ട് ഞങ്ങൾ തയ്യാറായത്. വിജയികൾക്ക് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അംഗം സെൽവി ശേഖർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
PTA പ്രസിഡന്റ് ഷിൻഡോ ശശി അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ സാജു, ശ്രീറാം ഇൻഷുറൻസ് പ്രതിനിധികളായ PK ശ്രീകുമാർ, ഷിജോ പോൾ, റോട്ടറി ക്ലബ് സെക്രട്ടറി പ്രദീപ് S. മണി, പ്രോഗ്രാം കോർഡിനേറ്റർ അഭിലാഷ്, ജെയിംസ് K തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ട്രിനിറ്റി ഗാർഡൻ പബ്ലിക് സ്കൂളിൽ ആനുവൽ സ്പോർട്സ് ഡേ സെലിബ്രേഷൻ നടന്നു. ട്രിനിക് 2K24 എന്ന പേരിൽ നടന്ന സ്പോർട്സ് ഡേയിൽ സുബൈദാർ മേജർ P. മണികണ്ഠൻ മുഖ്യാതിഥിയായി. വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികളിലെ കായികക്ഷമത വർദ്ധിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ നടന്നു. സമാപന സമ്മേളനത്തിൽ സുബൈദാർ മേജർ P. മണികണ്ഠൻ മുഖ്യ അതിഥിയായി. Kerala is known as God's own country because of its natural, environmentally, beauty, religious and cultural wealth, and the belief that it was created by God. ഹവിൽദാർ A. ഷമീർ, നോബിൾ K. കാളിയപ്പൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഗീതാകുമാരി, PTA പ്രസിഡന്റ് പനീർ സെൽവം തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മൂലമറ്റം കോട്ടമല റോഡിന്റെ അവസാന ഭാഗം അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ. കേവലം 1.5 കിലോമീറ്റർ താഴെ മാത്രമാണ് ടാറിംഗ് പൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാതായി കിടക്കുന്നത്. ഈ റോഡിലൂടെയുള്ള ഗതാഗതം സാധ്യമായാൽ എറണാകുളത്തു നിന്നും തേക്കടിക്കുള്ള ദൂരത്തിൽ 40 കിലോമീറ്ററും തൊടുപുഴയിൽ നിന്നും കട്ടപ്പനയ്ക്കുള്ള ദൂരത്തിൽ 20 കിലോമീറ്ററുമാണ് ലാഭം. അറക്കുളം പഞ്ചായത്തിന്റെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് മൂലമറ്റം കോട്ടമല റോഡ്. അരനൂറ്റാണ്ട് മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മാണം ആരംഭിച്ച ഈ റോഡ് 25 വർഷം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തിരുന്നു. 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും പൂർത്തിയായില്ല. റോഡിന്റെ പൂർണ്ണമായി തകർന്നു കിടക്കുന്ന 1500 മീറ്റർ ഭാഗം മാത്രം ടാർ ചെയ്താൽ പോലും ഇതുവഴിയുള്ള ഗതാഗതം സാധ്യമാകും. മൂലമറ്റം കോട്ടമല റോഡിന്റെ അവസാന ഭാഗം പൂർത്തീകരിക്കുന്നതിനായി കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ 2 കോടി രൂപ ചിലവ് വരുമെന്നാണ് കണക്കാക്കിയത്. കാർഷിക, ടൂറിസം, വ്യാപാര മേഖലകളുടെ വികസനത്തിൽ കുതിച്ചുചാട്ടമുണ്ടാക്കാവുന്ന റോഡ് തുറന്നു കിട്ടണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഈ റോഡ് യാഥാർത്ഥ്യമായാൽ മൂലമറ്റത്തിന്റെ വികസനത്തിനും ആക്കം കൂട്ടുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. 1300 മീറ്ററോളം വഴി ടാറിങ് ചെയ്താൽ ആ വഴി കോട്ടമലയിൽ എത്താൻ സാധിക്കും. കോട്ടമല എത്തിയാൽ ഈ പ്രദേശത്തിൻ്റെ വികസനമായിട്ടുള്ള മുഖാമുഖ കാര്യങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കും. മൂലമറ്റം കോട്ടമല റോഡ് എന്നുള്ളത് ഹൈവേ ആയിട്ട് പ്രഖ്യാപിക്കുകയും തേക്കടി, കുമളി, എറണാകുളം റൂട്ടിലേക്ക് 40 കിലോമീറ്ററോളം ഈ വഴി തുറന്നാൽ ലാഭം കിട്ടുന്നതുമാണ് സർക്കാരിന്. വാഗമൺ, ഉളുപ്പൂണി എന്നീ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എളുപ്പമെത്താവുന്ന പാത കൂടിയാണിത്. ഇത് പൂർത്തിയാകുന്നതോടെ കോട്ടമല, ചക്കിമാലി, കപ്പക്കാനം, മുല്ലക്കാനം, ഉളുപ്പൂണി പ്രദേശത്തുള്ളവർക്ക് കുറഞ്ഞ ദൂരത്തിൽ മൂലമറ്റത്ത് എത്തുവാനും സാധിക്കും. ഇത്രയും കാലത്തിനിടയ്ക്ക് മാറി മാറി വന്ന സർക്കാരുകൾക്ക് ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കാത്തത് തങ്ങളോടുള്ള അവഗണനയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ മൂലമറ്റം റോഡ് എൻ്റെ ചെറുപ്പകാലം മുതൽ ഇങ്ങനെ തകർന്നു കിടക്കുന്ന അവസ്ഥ തന്നെയാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും ഓരോ ടാറിങ് വരുന്നതല്ലാതെ ഹൈവേ ആയിട്ട് പ്രഖ്യാപിക്കുന്നതല്ലാതെ ഇവിടെ ടാറിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കാറില്ല. ഏറ്റവും ഉളുപ്പൂണിയിൽ എന്ന് പറഞ്ഞൊരു ടൂറിസം മേഖലയാണ്. വാഗമണിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്ന് കാണുന്നത് ഉളുപ്പൂണി എന്ന് പറഞ്ഞൊരു പ്രദേശമാണ്. ഇവിടെ ടാറിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉളുപ്പൂണി നിവാസികളായ പോലും ചോറ്റുപാറ എന്നൊരു 4 കിലോമീറ്റർ എല്ലാവരും കൂടെ പിരിവിട്ടാണ് ടാർ ചെയ്ത് ഇപ്പോൾ ജനസഞ്ചാര യോഗ്യമാക്കിയിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ യോഗ്യമാക്കാൻ വേണ്ടി മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ വഴി പൂർത്തിയാക്കിയാൽ ഹൈറേഞ്ചിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നായി മൂലമറ്റം മാറും. വാഗമണ്ണിലേക്കുള്ള സഞ്ചാരികൾക്കടക്കം ഉപകാരപ്പെടുന്ന ഏറെ ടൂറിസം സാധ്യതകളുള്ള മേഖലയിലൂടെ കടന്നുപോകുന്ന ഈ റോഡ് പൂർത്തിയാക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട,
since 1950. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 228, വിൽപ്പനയ്ക്ക് വന്നത് 57,019, വിൽപ്പന നടന്നത് 56,172, കൂടിയ വില 3,464, ശരാശരി വില 2,957. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 610 രൂപ, ഏലം കൂടിയ വില 2,900, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പൂ 900, കൊക്കോ 85, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,300 രൂപ, വെള്ളി 101. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CHR കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാർ ഏലമല പ്രദേശം സന്ദർശിച്ച് യഥാർത്ഥ വസ്തുതകൾ നേരിട്ട് മനസ്സിലാക്കണമെന്ന അഖിലേന്ത്യാ കിസാൻ സഭ നേതൃത്വം. ഈ ആവശ്യം ഉന്നയിച്ച് കർഷകർ സുപ്രീം കോടതിക്ക് കത്തുകൾ അയക്കും. ഇപ്പോൾ ഒരു സംഘം സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ്. പെൺമക്കളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ശാരീരികമായി ഉപദ്രവിച്ച കേസിൽ പിതാവ് അറസ്റ്റിൽ. രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ബൈസൺ വാലി സ്വദേശിയെ. വണ്ടിപ്പെരിയാറിൽ പോക്സോ കേസിൽ ഇരയായ പെൺകുട്ടിക്ക് നീതി ലഭിച്ചില്ലെന്ന് പരാതി. മൂലമറ്റം കോട്ടമല റോഡിന്റെ അവസാന ഭാഗം അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ. ടാറിംഗ് പൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാതായി കിടക്കുന്നത് കേവലം 1.5 കിലോമീറ്ററിൽ താഴെ മാത്രം. ഈ റോഡിലൂടെയുള്ള ഗതാഗതം സാധ്യമായാൽ എറണാകുളത്ത് നിന്നും തേക്കടിക്കുള്ള ദൂരത്തിൽ 40 കിലോമീറ്ററും തൊടുപുഴയിൽ നിന്നും കട്ടപ്പനയ്ക്കുള്ള ദൂരത്തിൽ 20 കിലോമീറ്ററും ലാഭം. വിനോദസഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്ന 2-ാം മൈൽ വ്യൂ പോയിന്റിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് തുറക്കണമെന്ന ആവശ്യമുയർന്നിരിക്കുന്നത് വിനോദസഞ്ചാര സീസൺ ആരംഭിക്കുന്നതോടെ 2-ാം മൈലിൽ വാഹന തിരക്കും സഞ്ചാരികളുടെ തിരക്കും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.